മക്കളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. നമ്മൾ പുതിയൊരു പ്രശ്നമായി എത്തുന്നുണ്ട്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ വേറെ ഏതും ആയിരുന്നില്ല, വൃത്തഭാഗങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അതിലെ ഒരേ ടൈപ്പിൽ വരുന്ന അവസാനത്തെ ചോദ്യമാണ്. അതായത് ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യമല്ല, ഒരേ ടൈപ്പിൽ വരുന്ന അവസാനത്തെ ചോദ്യമാണ്. പേജ് നമ്പർ 190 അഞ്ചാമത്തെ ഒരു ചോദ്യമാണ്. വേറെ ഒന്നുമല്ല, ഒരു സമഅഷ്ടഭുജത്തിന്റെ മൂലകൾ കേന്ദ്രമായി ചാപങ്ങൾ വരച്ച് ചുവടെ കാണുന്ന രൂപം വെട്ടിയെടുത്ത രൂപത്തിന്റെ ചുറ്റളവ് കണക്കാക്കുക. എന്താ നമ്മൾ ചെയ്തത്? ഇവിടെ ഒരു സമ അഷ്ടഭുജം ഉണ്ട്, അതിന്റെ അല്ലെങ്കിൽ റെഗുലർ ഒക്ടഗൺ ഉണ്ട്. അതിന്റെ ഈ ഒരു രൂപം വെട്ടിയെടുത്തിട്ട് ഇതേപോലെ രൂപാക്കി ഇതിന്റെ ചുറ്റളവ് കാണുക എന്നതാണ് ചോദ്യം. എന്താണ് മക്കളെ ഈ സമ അഷ്ടഭുജം അല്ലെങ്കിൽ റെഗുലർ ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ? നമുക്ക് എട്ടാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ. അതിൽ നമ്മൾ എന്താണ് ബഹുഭുജങ്ങളും അതേപോലെ എന്താണ് പോളികളും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? മൂന്നോ അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപത്തെയാണ് നമ്മൾ പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ റെഗുലർ ഒക്ടഗൺ എന്താണെന്നും അല്ലെങ്കിൽ ഒക്ടഗൺ എന്താണെന്നും അഷ്ടഭുജം എന്താണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 3 വശങ്ങളുള്ള രൂപത്തെ നമ്മൾ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വശങ്ങളുള്ള രൂപത്തെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 വശങ്ങളുള്ള രൂപത്തെ നമ്മൾ പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 വശങ്ങളുള്ള രൂപത്തെ നമ്മൾ ഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. 7 വശങ്ങളുള്ള രൂപത്തെ നമ്മൾ സപ്തഭുജം അല്ലെങ്കിൽ ഹെപ്റ്റഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 8 വശങ്ങളുള്ള രൂപത്തെ നമ്മൾ അഷ്ടഭുജം അല്ലെങ്കിൽ ഒക്ടഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെറും ഒക്ടഗൺ അല്ല, സമ അഷ്ടഭുജം അല്ലെങ്കിൽ റെഗുലർ ഒക്ടഗൺ ആണ്. എന്താണ് മക്കളെ ഈ സമ അഷ്ടഭുജം അല്ലെങ്കിൽ റെഗുലർ ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമല്ല, ഇവിടെ 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരേ വശങ്ങളും അല്ലെങ്കിൽ തുല്യ വശങ്ങളും തുല്യ കോണുകളും ഉള്ള രൂപത്തെയാണ് നമ്മൾ റെഗുലർ ഒക്ടഗൺ എന്ന് പറയുന്നത്. അതായത് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതായത് ഇയാൾ 2 ആണെങ്കിൽ ഇയാളും 2 ആണ്, ഇയാളും 2 ആണ്, എല്ലാവരും 2 ആണ് എന്നതാണ് അർത്ഥം. അതേപോലെ കോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഈ കോൺ എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഇയാളും ഇയാളും ഇയാളും. വീണ്ടും നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. മൂലകൾ കേന്ദ്രമായി ചാപങ്ങൾ വരച്ച് പറയുമ്പോൾ ഇയാളെ നമ്മൾ മൂലയായിട്ട് എടുത്താൽ ഇങ്ങനെ ഒരു ചാപം നമ്മൾ വരച്ചു കഴിഞ്ഞു. അങ്ങനെയാവുമ്പോൾ ഇയാളെ ദൂരത്തിന്റെ പകുതി ആയിരിക്കില്ലേ ഇയാള്? അതായത് ഇയാള് 1 സെന്റിമീറ്റർ ആയിരിക്കും, ഇയാള് 1 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ എല്ലാവരും 1 സെന്റിമീറ്റർ വീതം ആയിരിക്കും. ഓക്കെ മക്കളെ, നോക്കടാ, ഈ ചാപനീളങ്ങളുടെ നീളങ്ങൾ കൂട്ടിയാൽ നമുക്ക് ഈ രൂപത്തിന്റെ ചുറ്റളവ് കാണാൻ പറ്റില്ലേ? അതായത് ഇവിടെ 8 ചാപനീളങ്ങൾ അല്ലെങ്കിൽ ഈ 8 ആർക്ക് ലെങ്ത് കൂട്ടിയാലും നമുക്ക് ഈ ഒരു രൂപത്തിന്റെ ചുറ്റളവ് കിട്ടും. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള അളവ്, പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് പരപ്പിന്റെ അളവ്, പരന്ന രൂപത്തിന്റെ പരപ്പിന്റെ അളവിനാണ് നമ്മൾ പരപ്പളവ് അറിയാം. ഇവിടെ നമുക്ക് കാണേണ്ടത് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസസ് ആണ്. എടാ മക്കളെ, ഞാൻ പറയാണ്, ഈ ഓരോ ചാപനീളം അല്ലെങ്കിൽ ആർക്ക് ലെങ്തിന്റെയും നീളങ്ങളെല്ലാം തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? വേറെ ഒന്നുമല്ല മക്കളെ, നമ്മള് ഇവിടെ ഒരു വൃത്താംശം എടുക്കുക. അതാ വൃത്താംശം, ഇതൊരു വൃത്താംശമല്ലേ മക്കളെ? നോക്കടാ, ഇതൊരു വൃത്താംശമാണ്. അതിന്റെ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപനീളം ഇയാള്, ഇത് അതിന്റെ റേഡിയസ് ആണ്. നോക്കടാ, അതൊരു വൃത്താംശമല്ലേ? വൃത്താംശമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇയാളൊരു റെഗുലർ ഒക്ടഗൺ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഈ കോണും ഇതിലെ എല്ലാ 8 കോണുകളും തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. നോക്കടാ, ഒരേ വൃത്താംശത്തിലെ കേന്ദ്ര കോണുകളും റേഡിയസും തുല്യമായാൽ അയാളുടെ ചാപനീളവും തുല്യമായിരിക്കും. നമ്മൾ എന്താ പറഞ്ഞത്? ഒരേ വൃത്താംശത്തിലെ അല്ലെങ്കിൽ വൃത്താംശങ്ങളിലെ കേന്ദ്ര കോണും ഇയാൾക്ക് തുല്യമാണ് ഇയാളെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കോണുകളും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇയാൾ എക്സ് ആണെങ്കിൽ ഇയാളും എക്സ് ആണ്, ഇയാളും എക്സ് ആണ്, എല്ലാവരും എക്സ് ആണ്. വൃത്താംശങ്ങളിലെ കേന്ദ്ര കോണും റേഡിയസും തുല്യമാണെങ്കിൽ അയാളുടെ ചാപനീളവും തുല്യമായിരിക്കും. അതായത് ഈ 8 ചാപനീളങ്ങളുടെ നീളവും തുല്യമാണ്.
അല്ലേ? അതിൽ നമുക്ക് ഒരു ചാപനീളം കണ്ടാൽ ഈ മൊത്തത്തിന്റെ ചാപനീളവും കിട്ടും, അതേപോലെ ഈ രൂപത്തിന്റെ ചുറ്റളവും കിട്ടും. നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഈ ഒരൊറ്റ ചാപനീളം നമ്മൾ കാണാൻ പോവാണ്. ഇയാളെ ഞാൻ ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാണ് മക്കളെ. ഇതാ നോക്കടാ, നോക്ക്, ഇതാ ഇയാളെ നമുക്കറിയോ? ഇല്ല. പക്ഷെ ഇതിന് നമുക്കറിയാം, ഇത് റേഡിയസ് ആണ്. റേഡിയസ് 1 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇയാള് എന്ന് പറയുന്നതും അതേപോലെ ഇയാള് എന്ന് പറയുന്നതും ഈ റെഗുലർ ഒക്ടഗണിന്റെ ഒരു കോണാണ്. എടാ നോക്കടാ, ഈ മൊത്തം ഒക്ടഗണിന്റെ കോണുകളുടെ തുക കിട്ടിയാൽ നമുക്ക് ഇയാളുടെ തുക കിട്ടില്ലേ? സോറി, ഇയാളുടെ കോണ് കിട്ടില്ലേ? കാരണം എന്താ? ഇയാളൊരു വെറും അഷ്ടഭുജം അല്ലെങ്കിൽ വെറും ഒക്ടഗൺ അല്ല, ഇയാൾ ഒരു സമ അഷ്ടഭുജമാണ്, അല്ലെങ്കിൽ ഇയാൾ ഒരു റെഗുലർ ഒക്ടഗൺ ആണ്. മൊത്തം കോണുകളുടെ തുക കിട്ടിയാൽ ഇയാളുടെ കോണുകൾ കാണാൻ നമുക്ക് സുഖല്ലേ? മൊത്തം കോണുകളുടെ തുകയിൽ നിന്ന് 8 കൊണ്ട് ഹരിച്ചാൽ ഇയാളുടെ കോണളവ് നമുക്ക് ലഭിക്കും. നമ്മള് 8ാം ക്ലാസ്സിൽ ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളികളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബഹുഭുജത്തിന്റെ അല്ലെങ്കിൽ പോളികളുടെ കോണുകളുടെ തുക കാണാനുള്ള സമവാക്യമാണ് n-2 × 180. ഇത് എങ്ങനെയാ വന്നതെന്നൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇയാളെ മാത്രം മതി. നോക്കടാ, ഇവിടെ എത്ര വശങ്ങളാണ്? ഇവിടെ 8 വശങ്ങളാണ്. 8-2 × 180 എന്ന് കിട്ടും. നമുക്ക് കിട്ടും 8-2 എന്ന് പറയുന്നത് 6 ആണ് × 180. നോക്കടാ, 0 × 6 0, 6 8 48, 4 1 6 6 7 8 9 10. റെഗുലർ ഒക്ടഗണിന്റെ കോണുകളുടെ തുകയാണ് 1080 അല്ലെങ്കിൽ 1080 എന്ന് പറയും. ഇതിനെ 1080 നമ്മൾ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഇയാളുടെ കോണളവ് കിട്ടും. നമുക്ക് 135 എന്ന് കിട്ടും. നിങ്ങൾക്ക് സമയം പോലെ ഒരു സൈഡിൽ ഹരിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടി ഇയാളുടെ കോണ് 135 ആണെന്ന്, അതേപോലെ ഇയാളുടെ കോൺ എന്ന് പറയുന്നത് 135 ആണെന്ന് കിട്ടി. എടാ നോക്കടാ, ഇയാളൊരു വൃത്താംശമല്ലേ? വൃത്താംശത്തിന്റെ കോണളവ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ റേഡിയസും നമുക്കറിയാം. ഈ ചാപനീളം നമുക്ക് കണ്ടൂടെ? നമുക്കറിയണ ഒരു സമവാക്യമുണ്ട്, 2πr × θ/360 പറഞ്ഞ ഒരു സമവാക്യം നമുക്കറിയാം. നമ്മൾ അത് ഉപയോഗിച്ച് ഇയാളുടെ ചാപനീളം നമ്മൾ കാണും. നോക്കടാ, നമ്മൾ പറഞ്ഞു ഒരാളെ ചാപനീളം കിട്ടിയ മൊത്തം ആളുകളുടെ ചാപനീളം കിട്ടും. കാരണം ഇയാളൊക്കെ തുല്യമാണ്. എല്ലാം തുല്യമായാൽ ഇയാളുടെ ചുറ്റളവ് നമുക്ക് കിട്ടും. നമ്മൾ കാണാൻ പോണത് ഇയാളെ ചാപനീളമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കടാ, ചാപനീളം സമം അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സമം 2πr × θ/360 ഡിഗ്രി ആണ്. ഓക്കെ, 2 നമുക്കറിയാം, π നമുക്കറിയാം, റേഡിയസും നമുക്കറിയാം 1 ആണ്, തീറ്റയും നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചു 135 ആണെന്ന്, ബൈ 360. ഓക്കെ, ഇത്രയും റെഡിയാണോ? ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്, നമ്മൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, എടാ നോക്കടാ, ഈ 135നെയും 360നെയും നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്തൂടെ? 13ൽ എത്ര 5 ഉണ്ടടാ? 2 5 ഉണ്ട് അല്ലേ? ബാക്കി നമുക്ക് എന്തുണ്ട്? 3 ഉണ്ട്. 35ൽ എത്ര 5 ഉണ്ട്? 7 5 35 ഉണ്ട്. 36ൽ എത്ര 5 ഉണ്ടടാ? 7 5 35 ഉണ്ട്. ഒരാള് ബാക്കിയുണ്ട്. 10ൽ എത്ര 5 ഉണ്ട്? 2 ആളുണ്ട്. നമുക്ക് ഇയാളൊന്ന് താഴത്തേക്ക് മാറ്റി എഴുതാൻ പോവാണ്. 2 × π × റേഡിയസ് 1 ആണ്. π × 1 അല്ലെങ്കിൽ എത്ര × 1 വന്നാലും അയാൾ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ 1നെ നമ്മൾ എഴുതുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ 27 ഉണ്ട്. 27/72. നമുക്ക് വീണ്ടും ഇയാളെ നമുക്ക് കട്ട് ചെയ്തൂടെ മക്കളെ? നോക്കടാ, നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. 72നെയും 2നെയും നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. 7ൽ എത്ര 2 ഉണ്ടടാ? 3 2 6. ഒരാൾ അവിടെ ഉണ്ടാവും. 12ൽ എത്ര 2 ഉണ്ടടാ? 6. വീണ്ടും നമ്മൾ ഇയാളെ കട്ട് ചെയ്യാൻ 27നെയും 36നെയും നമ്മൾ 3 കൊണ്ട് കട്ട് ചെയ്യാൻ പാണ്. 3 9 27 ആണ്. 12 എന്ത് കിട്ടും? വീണ്ടും നമ്മൾ ഇയാളെ കട്ട് ചെയ്യാൻ പോവാണ്. 9. 9ൽ എത്ര 3 ഉണ്ടടാ? 3. 12ൽ എത്ര 3 ഉണ്ടടാ? 4. അവസാനം നമുക്ക് കിട്ടും 3π/4 എന്ന് കിട്ടും. ഈ 3π/4 എന്ന് പറയുന്നത് ഇയാളുടെ ചാപനീളമാണ്. 3π/4 എന്ന് പറയുന്നത്. ഓക്കെ, ഇയാളും 3π/4 ആണ്. നമ്മൾ പറഞ്ഞു ഈ എല്ലാ ആർക്ക് ലെങ്ത്തുകളും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ 8 ആർക്ക് ലെങ്ത്തുകൾ നമ്മൾ കാണണം. ഒരാളത് 3π/4 ആണെങ്കിൽ മക്കളെ 8 ആളത് എത്രയായിരിക്കും? 8 ആളത് എത്രയായിരിക്കും? ഒരാളത് 3π/4 ആണെങ്കിൽ 8 ആളത് എത്രയായിരിക്കും? 8 ഗുണിക്കണം 3π/4 ആയിരിക്കും. 4ന്
8നെ നമ്മൾ കട്ട് ചെയ്തു, 2 എന്ന് കിട്ടി. അവസാനം നമുക്ക് 6π എന്ന് കിട്ടി. ഇത് ചുറ്റളവായത് കൊണ്ട് സെന്റിമീറ്റർ എന്ന് നമ്മൾ എഴുതും. ഇയാളെ നമ്മൾ ഉത്തരമായത് കൊണ്ട് തന്നെ കാര്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. 6π സെന്റിമീറ്റർ. മൊത്തത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6π സെന്റിമീറ്റർ. ഇയാളെ ചുറ്റളവ് എന്ന് പറയുന്നതും 6π സെന്റിമീറ്റർ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് പൈനെ 3.14 കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ആവശ്യം പോലെ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി, വേണമെങ്കിൽ മാത്രം. ഓക്കെ മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ചോദ്യം തരാം. ബോർഡിലേക്ക് നോക്കടാ. ഒരു സമപഞ്ചഭുജത്തിന്റെ മൂലകൾ കേന്ദ്രമായി ചാപങ്ങൾ വരച്ച് ചുവടെ കാണുന്ന രൂപം വെട്ടിയെടുത്ത രൂപം. ഇയാളെ ചുറ്റളവ് കാണുക. സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ അല്ലെ, റെഗുലർ പെന്റഗൺ. അയാളെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസസ് കാണാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യട്ടോ. ഓക്കെ, നമ്മൾ ഇതിന്റെ മുന്നേ ഒരു റെഗുലർ ഒക്ടഗൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡാണ് മക്കളെ, ചെയ്തു നോക്കി. ഓക്കെ, ബൈ.